നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബികോം BBA വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത്. ഇതിൽ രണ്ടാമത്തെ മൊഡ്യൂളിൽ ജീവചരിത്ര സാഹിത്യം എന്ന ഭാഗത്ത് പഠിക്കാനുള്ള ജീവചരിത്രമാണ് KM കുമാരൻ എഴുതിയ R ശങ്കർ എന്ന ജീവചരിത്രം. R ശങ്കറിനെ കുറിച്ചുള്ള ജീവചരിത്രമാണ്. ഇതിലെ ആദ്യത്തെ 5 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതിലെ 3 അധ്യായങ്ങളുടെ ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇതിലെ 4ാമത്തെ അധ്യായമാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. 4ാമത്തെ അധ്യായത്തിന് തലക്കെട്ട് അധ്യാപക വൃത്തി എന്നുള്ളതാണ്. R ശങ്കർ അധ്യാപക ജോലി ചെയ്യുന്നതും ആ സമയത്തുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് 4ാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഹ്രസ്വമായി തന്നെ കാണുകയാണ്. ഇത് ആരംഭിക്കുന്നത് തന്നെ R ശങ്കർ തിരുവനന്തപുരത്തു നിന്നും BA പാസ്സായി വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെയാണ്. ഇനി എന്ത് എന്ന മനസ്സിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യത്തോടു കൂടിയാണ് R ശങ്കർ തന്റെ കലാലയത്തോട്, മഹാരാജാസ് കോളേജിനോട് തിരുവനന്തപുരത്തു നിന്ന് അദ്ദേഹം യാത്ര പറയുന്നത്. ഇദ്ദേഹത്തിന് പിന്നീട് മുന്നോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം താല്പര്യമുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി, വീട്ടിലെ സാമ്പത്തികമായ സ്ഥിതി മുന്നോട്ടൊരു പ്രതിബന്ധമായിട്ട് നിൽക്കുന്നു എന്നതും കൂടെ ഇവിടെ പറയുകയാണ്. വളരെ പാടുപെട്ടിട്ടാണ് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ശോചനീയമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയും കുടുംബഭാരങ്ങളും ഒക്കെ ഇദ്ദേഹത്തെ തന്നെ തുറച്ചു നോക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം BA പാസ്സായി ഇനി ഒരു ജോലി ചെയ്ത് അച്ഛന്റെ ജോലിഭാരം കുറയ്ക്കാനും കുടുംബത്തെ നോക്കാനും വേണ്ടിയിട്ട് ഇനി R ശങ്കർ മുന്നോട്ട് വരണം എന്നുള്ള രീതിയിലുള്ള നോട്ടങ്ങളും സംസാരങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളും ഉണ്ടാവുകയാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും R ശങ്കർ മനസ്സിൽ ചിന്തിച്ചത് ബന്ധങ്ങളും ഈ പ്രയാസങ്ങളൊക്കെ തട്ടി നീക്കാൻ വേണ്ടി മടിച്ചു നിന്നാല് ഞാനും ഒരു സാധാരണ ജീവിതം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന് R ശങ്കറിന്റെ മനസ്സിൽ തോന്നിയിരുന്നു. R ശങ്കറിന്റെ ചിന്ത എന്ന് പറയുന്നത് തനിക്ക് ഏറ്റവും ഉന്നത നിലയിൽ എത്തണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ BA പാസ്സാകുന്നവരുടെ മുമ്പിൽ സർക്കാർ ജോലി, സർക്കാർ സർവീസ് എന്തായാലും കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യായിരുന്നു. ആ സമയത്താണെങ്കിൽ ഈഴവരുടെ കൂട്ടത്തിൽ നിന്ന് BA പാസ്സായ ആൾക്കാർ അധികം ഇല്ല. ശങ്കർ ആണെങ്കിൽ തന്നെ, R ശങ്കർ ആണെങ്കിൽ കൊട്ടാരക്കര താലൂക്കിലെ ആദ്യത്തെ ഈഴവ ബിരുദധാരി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥ നേടിയിട്ട് തന്റെ അച്ഛനും കുടുംബത്തിനൊക്കെ ഒരു താങ്ങും തണലുമായിട്ട് തീരേണ്ട ചുമതല തനിക്കുണ്ട് എന്ന് ശങ്കറിന് അറിയുകയും ചെയ്യായിരുന്നു. പക്ഷെ ശങ്കർ അതിന് തയ്യാറാകുന്നില്ല. തനിക്ക് ഇതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ചില സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് ശങ്കർ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്യാണ്. ഈ സമയത്ത് ശങ്കറിന്റെ കൂടെ പഠിച്ച പലരും, ശങ്കറിന്റെ കൂടെ പഠിച്ച ഒത്തിരി ആളുകൾ സെക്രട്ടേറിയറ്റിലും മറ്റും ക്ലർക്കൊക്കെ ആവുകയും അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥത്തില് മുഴുകുകയും ആ ഉദ്യോഗസ്ഥ പഠനത്തോടൊപ്പം തന്നെ നിയമപഠനം ചെയ്യുകയും ചെയ്ത ഒത്തിരിയേറെ അദ്ദേഹത്തിന്റെ സഹപാഠികൾ ഉണ്ടായിരുന്നു. പക്ഷെ ശങ്കറിന്റെ മനസ്സിൽ ആ വഴിക്കൊന്നും തിരിഞ്ഞില്ല. ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് തനിക്ക് അഭിലഷണീയമായിട്ടുള്ള ഒന്നാണെന്ന് ഈ ശങ്കർ അന്ന് കരുതിയിരുന്നില്ല. അതായത് സർക്കാർ ഉദ്യോഗസ്ഥ കൊണ്ട് വെറുതെ തൃപ്തിപ്പെടാനുള്ള ഒരാളല്ല താന്, തനിക്ക് ഇതിനേക്കാളും കൂടുതൽ പഠിക്കാനും വലിയ നിലകളിൽ എത്താനും ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ഈ ശങ്കറിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. താൻ വലിയവനാകാൻ വേണ്ടിയിട്ട് ജനിച്ചതാണെന്ന ഒരു വിചാരം അന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥമാണെങ്കിൽ അതും ഏറ്റവും വലിയ ഉദ്യോഗം തന്നെ തനിക്ക് കിട്ടണമെന്നുള്ള ഒരാഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ ഉദ്യോഗമായിട്ടുള്ള ICS ആണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് തന്നെ. ഈ വിശാലമായ ലോകത്ത് അറിയപ്പെടുന്ന ഒരു വലിയൊരാളായി തീരാൻ വേണ്ടിയിട്ടാണ് ശങ്കർ ആഗ്രഹിച്ചത്. നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി നേടി ഒതുങ്ങിക്കൂടാനോ കുടുംബത്തിലേക്ക് മാത്രം ഒതുങ്ങിത്തീരാനോ അദ്ദേഹം ആഗ്രഹിച്ചില്ല. മറിച്ച് ഈ വിശാലമായ ലോകത്ത് താൻ പ്രത്യേകമായിട്ട് അറിയപ്പെടുന്ന ഒരാളായിട്ട് തീരണം എന്ന് അദ്ദേഹത്തിന് മനസ്സിൽ ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. ഈ ദൃഢനിശ്ചയം മനസ്സിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹം അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശിവഗിരി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് ജോലി നോക്കുകയാണ്. ഈ സമയത്താണ് അദ്ദേഹം ICS പരീക്ഷയ്ക്ക് എഴുതുന്നത്. അപ്പൊ അതില് അദ്ദേഹം തിയറി പേപ്പറിൽ ചോദ്യോത്തരങ്ങളിലൊക്കെ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇന്റർവ്യൂലൊക്കെ അദ്ദേഹം പരാജയപ്പെടുന്നതിനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ശിവഗിരി സ്കൂള് അന്ന് ഒരു ഇംഗ്ലീഷ് മിഡിൽ സ്കൂളായിരുന്നു. അപ്പൊ അതൊരു ഒരു ശ്രീനിവാസ നായരുടെ വകയിൽ ഉള്ള ഒരു സ്കൂളായിരുന്നു ഈ ശിവഗിരി സ്കൂൾ. ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാളുടെ ആ സ്കൂളും സ്ഥലവും 1925 ശ്രീനാരായണ ഗുരു അത് വിലയ്ക്ക് വാങ്ങി. അതോടെ ആ സ്ഥാപനം ശിവഗിരി സ്കൂൾ എന്ന് അറിയപ്പെടാനും തുടങ്ങി. ശങ്കർ ഇവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന കാലത്ത് അതിന്റെ മാനേജറായിട്ടിരുന്നത് M ഗോവിന്ദൻ BA BL എന്ന ആള് ആയിരുന്നു അതിന്റെ മാനേജറായിട്ടുള്ള ആള്. അങ്ങനെ ശങ്കർ അവിടെ ജോലിക്ക് വേണ്ടി വരികയാണ്. അതായത് മാനേജറെ കണ്ടായത് ഈ ഇവിടുത്തെ M ഗോവിന്ദൻ എന്നുള്ള മാനേജറെ കണ്ടിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ആ മാനേജർ നിയമന ഉത്തരവ് കൊടുക്കുകയാണ്. വേറെ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ തന്നെ ശങ്കർ നിയമന ഉത്തരവ് കൊടുത്തു. അതായത് ഉദ്യോഗത്തിന് മറ്റ് പല അപേക്ഷകരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശങ്കറാണ് ഏറ്റവും കൂടുതൽ ഇതിന് യോഗ്യനായിട്ടുള്ള ആള് എന്ന് ഈ M ഗോവിന്ദന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ
അപേക്ഷ സമർപ്പിച്ച ഉടനെ തന്നെ ശങ്കറിന് ഹെഡ് മാസ്റ്ററായിട്ട് അവിടെ ജോലി കൊടുക്കുകയും ചെയ്യാണ്. ഈ ശങ്കർ ശിവഗിരി സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് ഉദ്യോഗം സ്വീകരിച്ചത് അധ്യാപക വൃത്തിയിൽ എന്നേക്കുമായിട്ട് ഇങ്ങനെ തുടരാൻ വേണ്ടിയിട്ടായിരുന്നില്ല, മറിച്ച് ഈ പരീക്ഷ എഴുതുന്ന ICS പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ധാരാളം വായിക്കേണ്ടതുണ്ട്. അപ്പൊ ആ സമയം അത്രയും തൊഴിലില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടൊരു ജോലി തനിക്ക് വേണം. അങ്ങനെയാണ് അദ്ദേഹം ഈ അധ്യാപക വൃത്തി ശിവഗിരി സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് അദ്ദേഹം ജോലിക്ക് ചേരുകയും ചെയ്യുന്നത്. ശങ്കർ ഹെഡ് മാസ്റ്ററായിട്ട് ചേർന്ന ഈ ശിവഗിരി സ്കൂളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യാപകനും അദ്ദേഹം തന്നെയായിരുന്നു. ബാക്കി എല്ലാവരും അദ്ദേഹത്തെക്കാളും മുതിർന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരാൾ തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഹെഡ് മാസ്റ്ററായിട്ട് വന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള അധ്യാപകർക്കൊക്കെ അതൃപ്തിയും അദ്ദേഹത്തോട് ഭയങ്കരമായിട്ടുള്ള അസൂയയും ഒക്കെ ഉണ്ടായി. പക്ഷെ ശങ്കറിന് അവരോടുള്ള പെരുമാറ്റ ശൈലി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിരുന്നു. അവരെല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവത്തോടു കൂടി അവരെല്ലാവരെയും അധ്യാപകരെല്ലാവരെയും മനസ്സിലാക്കി അവരെ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ഹെഡ് മാസ്റ്റർ ശൈലിയായിരുന്നു ശങ്കറിന് ഉണ്ടായിരുന്നത്. ഈ സഹ അധ്യാപകരുടെ മേലെ ഹെഡ് മാസ്റ്ററുടെ അധികാരം അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരോട് പക വീട്ടുകയോ ചെയ്യുന്നതിന് പകരം സ്നേഹം കൊണ്ട് അവരെ വശപ്പെടുത്താൻ വേണ്ടിയാണ് ശങ്കർ എപ്പോഴും ശ്രമിച്ചിരുന്നത്. അപ്പം വളരെ ചെറുപ്പമാണെങ്കിലും പുതിയ ഹെഡ് മാസ്റ്റർ ഒത്തിരി കഴിവുകളുള്ള ആളും ആ പദവിക്ക് തങ്ങളെക്കാളും അർഹനാണെന്ന് അങ്ങനെ ആ അധ്യാപകർക്ക് ബോധ്യമാവുകയാണ്. ആദ്യം അവർക്ക് അസൂയ തോന്നിയെങ്കിലും ഈ ശങ്കർ അവരോട് സ്നേഹത്തോടു കൂടെ തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ നടക്കുന്ന ഒരു മനോഭാവം പുലർത്തിയപ്പം ആ മുതിർന്ന അധ്യാപകർക്ക് മനസ്സിലാകാണ് ശങ്കർ തന്നെയാണ് ഈ ഹെഡ് മാസ്റ്റർ പദവിക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യാണ്. ആ ബാക്കിയുള്ള അധ്യാപകർ മനസ്സിലാക്കുകയും ചെയ്യാണ്. ഇങ്ങനെ ശങ്കർ തന്റെ സഹാധ്യാപകരുടെയും താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെയും ആ ചുറ്റുപാടുള്ള നാട്ടുകാരുടെയും ഈ കുട്ടികളുടെ മാതാപിതാക്കന്മാരുടെ ഒക്കെ പ്രശംസയ്ക്ക് വളരെയേറെ പാത്രമാവുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഒരു നയപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് തന്നെ. അതുപോലെ തന്നെ ശങ്കർ അവിടെ പ്രധാനമായിട്ട് പഠിപ്പിച്ചത് സയൻസ് വിഷയങ്ങളായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടിരുന്നു രസതന്ത്രത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അവഗാഹമായിട്ടുള്ള അറിവും ഒത്തിരി അടുപ്പവും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതായിരുന്നു. ഈ രസതന്ത്രവും ഊർജ്ജതന്ത്രവും ഒക്കെ ഐച്ഛികമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വിഷയമായിട്ട് എടുത്ത് പ്രശസ്തമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ആളായിരുന്നു ശങ്കർ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഇംഗ്ലീഷ്, മലയാളം, ഭൂമിശാസ്ത്രം, ചരിത്രം എന്ന് വേണ്ട എല്ലാത്തരം വിഷയവും കൈകാര്യം ചെയ്യുന്ന സമർത്ഥനായിട്ടുള്ള ഒരാളായിരുന്നു ശങ്കർ. ഏത് വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യകാല വിദ്യാർത്ഥികൾ ഒരാളായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള പ്രൊഫസർ N. കൃഷ്ണപിള്ള തന്റെ ഗുരുനാഥന്റെ അധ്യാപന പാടവത്തെ പറ്റി ഹൃദയത്തെ തൊട്ടുണർത്തുന്ന രീതിയിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. N. കൃഷ്ണപിള്ള എഴുതിയത് ഈ ശങ്കറിന്റെ ഷഷ്ട്യാബ്ദപൂർത്തിക്ക് സ്നേഹ ഉപഹാരമായിട്ട് ആണ് അദ്ദേഹം എഴുതിയ അഞ്ജലി എന്ന പ്രസിദ്ധമായിട്ടുള്ള ലേഖനം തന്റെ ഗുരുവിന് വേണ്ടിയിട്ട് ഗുരുദക്ഷിണയായിട്ട് N. കൃഷ്ണപിള്ള എഴുതി തയ്യാറാക്കി അദ്ദേഹത്തിന്റെ അധ്യാപന ശൈലിയെക്കുറിച്ച് എഴുതി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. N. കൃഷ്ണപിള്ള അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് N. കൃഷ്ണപിള്ള ഇപ്രകാരമൊക്കെ തന്റെ ഗുരുനാഥനെ കുറിച്ച് ശങ്കറിനെ കുറിച്ച് എഴുതി. അതായത് കാതിൽ കുളിർമ പകരം വിധം, ഹൃദയം തൊട്ടുണർത്തും വിധം കവിത ചൊല്ലി നൈസർഗികമായിട്ടുണ്ടായിരുന്ന വൈഭവം അദ്ദേഹത്തിന്റെ സാഹിത്യ അധ്യാപന രംഗത്തിന് സവിശേഷമായ ഒരു വശ്യത നൽകിയിരുന്നു. സാഹിത്യ ആസ്വാദന കാര്യത്തിൽ ആ യുവ അധ്യാപകൻ പാകിയ തീവ്ര അഭിനിവേശത്തിന്റെ വിത്തുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അനുഗ്രഹക ഫലങ്ങൾക്ക് നിദാനമായ എന്ന വസ്തുത അകമഴിഞ്ഞ നന്ദിയോടും സ്നേഹ ബഹുമാനത്തോടും കൂടി അല്ലാതെ ഓർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ കോളേജിൽ കെമിസ്ട്രി ഐച്ഛിക വിഷയമായി എടുത്ത് പാസ്സായ ചെറുപ്പക്കാരൻ ആകെ 3 വർഷം മാത്രം ഇംഗ്ലീഷ് പഠിച്ചിരുന്ന എന്നെയും, അതായത് N. കൃഷ്ണപിള്ളയെയും എന്റെ സതീർത്ഥരെയും ഭാവഗർഭമായ ഒരു ഇംഗ്ലീഷ് കവിത ഉള്ളിൽ പതിയുമാറ് ചൊല്ലിക്കേൾപ്പിച്ചും അതിലളിതമായി മനോരഞ്ജകമായി വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചത് അന്നൊരു മഹാ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഒരു വിദേശീയ ഭാഷയിലെ കവിതയുടെ ഓരോ ഭാഗവും പഠിച്ചു കഴിയുമ്പോൾ ആ ഭാഷയിൽ പരിചയം നന്നേ കഷ്ടിയായ വിദ്യാർത്ഥി ആ ഭാഗം തന്നെത്താൻ കാണാപ്പാഠം പറയാൻ പ്രാപ്തനാവുക. അങ്ങനെ ഹൃദ്യസ്ഥമായ പദ്യങ്ങളിൽ ഒരിക്കലും ഓർമ്മയിൽ നിന്ന് മായാതിരിക്കുക. ആ ക്ലാസ് മുറിയിലെ അനുഭവങ്ങൾ വളരെ കാലം മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുക. ഇതൊരു അത്ഭുതമല്ലെന്ന് എങ്ങനെ പറയും? ഇത് ശങ്കരന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള N. കൃഷ്ണപിള്ളയുടെ വാക്കുകളാണ്. അതായത് ശങ്കരന്റെ അധ്യാപന ശൈലിയെക്കുറിച്ച്, അതായത് ഇങ്ങനെ അദ്ദേഹം ഏത് വിഷയം വേണമെങ്കിലും പഠിപ്പിക്കും. പ്രത്യേകിച്ചും സാഹിത്യ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ മലയാളവും ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ കവിതയൊക്കെ ക്ലാസ്സിൽ ഈണത്തിൽ ചൊല്ലിക്കൊടുക്കുകയും ഈണത്തിൽ ചൊല്ലിക്കൊടുത്തുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾ പോലും ഇംഗ്ലീഷ് പദ്യവും മലയാള പദ്യവും ഒക്കെ ക്ലാസ്സിൽ വെച്ച് തന്നെ അത് ഹൃദിസ്ഥമാക്കുകയും അത് ചൊല്ലിക്കേൾപ്പിക്കുകയും അതുപോലെ തന്നെ അതിലെ ഓരോ ആശയങ്ങളും മനസ്സിൽ പതിയുന്ന രീതിയിൽ ഈ അധ്യാപകൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അധ്യാപന ശൈലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇദ്ദേഹം ശങ്കറിന്റെ ഈ അധ്യാപന രീതി
മറ്റുള്ള അധ്യാപന രീതിയിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു. അദ്ദേഹം ഒരിക്കലും സിലബസിന്റെ ഈ 4 അതിരുകളിൽ ഒന്ന് നിന്ന് ഒതുങ്ങി നിന്നിട്ട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് പറയുന്നത് തന്നെ പോലെ തന്നെ തന്റെ ശിഷ്യന്മാരും എല്ലാ അറിവുകളും നേടി, അതായത് പരന്ന അറിവ് നേടി ഉത്തമ പൗരന്മാരായിട്ട് തീരണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. എന്തെങ്കിലും സിലബസിലുള്ള കുറച്ച് കാര്യം മാത്രം പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ച് എന്തെങ്കിലും ജോലി നേടേണ്ടവരല്ല തന്റെ ശിഷ്യന്മാര്. തന്നെ പോലെ തന്നെ സിലബസിലുള്ളതും പഠിക്കണം, അതിന് പുറത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളും ലോകത്തിലെ എല്ലാ അറിവുകളും നേടി സർവ്വവിജ്ഞാനവും നേടി പുറത്തു വരുന്നവരായിരിക്കണം തന്റെ ശിഷ്യന്മാര് എന്നുള്ള ദൃഢനിശ്ചയം ആർ ശങ്കറിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ ആ വിഷയത്തിന്റെ അതിൽ മാത്രം സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹം പഠിപ്പിച്ചു പോന്നിരുന്നത്. ആ വിഷയത്തിന്റെ നാനാവശങ്ങളും ആ നാനാവശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചും അന്യ വിഷയങ്ങളെ പറ്റിയുമൊക്കെ സാമാന്യമായിട്ടുള്ള അറിവ് നൽകാൻ വേണ്ടി ആർ ശങ്കർ എപ്പോഴും തന്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ശങ്കറിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണെന്ന് ഇവിടെ ജീവചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്. അതായത് ശങ്കർ പഠിപ്പിച്ച അധ്യാപന രീതി അതിനു മുമ്പ് ആരും ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല, അതിനുശേഷവും ആരും പിന്തുടർന്നൊന്നുമല്ല. ശങ്കറിന് മാത്രം പ്രത്യേകമായിട്ട് ശങ്കറിന് ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു അധ്യാപന ശൈലിയായിരുന്നു ശങ്കറിന്റെ അധ്യാപന ശൈലി എന്ന് പറയുന്നത്. സവിശേഷമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു അത്. അധ്യാപകനായിട്ട് ഈ ശിവഗിരി സ്കൂളിൽ എത്തിയ ആർ ശങ്കറിനെ ഒരു പ്രാസംഗികനായിട്ട് കൂടെ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയതിനെ കുറിച്ചാണ് ബാക്കിയുള്ള ഭാഗത്ത് പ്രത്യേകമായിട്ടും ഈ ജീവചരിത്രകാരൻ പറയുന്നത്. ഒരു അധ്യാപകനായിട്ടാണ് അദ്ദേഹം എത്തിയത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ ശൈലി കൂടി ഉണ്ടായിരുന്നു. ഇദ്ദേഹം മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ കുമാരനാശിനെ അവഗണിച്ചുകൊണ്ട് ഉള്ളൂര് നടത്തിയ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ നടത്തിയ അരമണിക്കൂറോളം നടത്തിയ പ്രസംഗം വഴിയായിട്ട് ഇദ്ദേഹം ഒരു പ്രതിഭാശാലിയാണെന്ന് തെളിയിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ മുൻ അധ്യായത്തിൽ കണ്ടിരുന്നു. ഇതേപോലെ തന്നെ അദ്ദേഹം ശിവഗിരി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് ഈ വർക്കലയിൽ എത്തിയപ്പോൾ ഒരു സാഹിത്യ പ്രസംഗകൻ എന്ന നിലയിലുള്ള ശങ്കറിന്റെ പ്രസക്തിയും അവിടെ എത്തിച്ചേർന്നു. അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു പ്രാസംഗികനാണ്, സാഹിത്യ പരമായിട്ടുള്ള ഒരു നല്ല പ്രസംഗം നടത്തുന്ന ആളാണെന്നുള്ള അറിവ് അവിടെയുള്ള ആളുകൾക്കും കിട്ടുകയാണ്. സ്കൂളിലൊക്കെ അദ്ദേഹം സാഹിത്യ സംബന്ധമായിട്ട് ചെയ്ത പ്രഭാഷണങ്ങളും ഒക്കെ കുട്ടികൾ പറഞ്ഞ് നാട്ടിലെ എല്ലായിടത്തും അത് പ്രസിദ്ധമാക്കി. അതിന്റെയൊക്കെ ഫലമായിട്ട് സ്കൂൾ വാർഷികങ്ങളിലും സാഹിത്യ സമ്മേളനങ്ങളും എല്ലാം അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ക്ഷണിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം അത്രമാത്രം ആളുകളെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. ഈ സമയത്തൊക്കെ അദ്ദേഹം പറയുന്നത് തന്നില് ഈ സാഹിത്യ അഭിരുചി ജനിപ്പിച്ചത് തന്റെ പിതാവാണ്, തന്റെ അച്ഛനാണ് ഈ സാഹിത്യ അഭിരുചി ജനിപ്പിച്ചത് എന്നും അതുപോലെ തന്നെ ആശാൻ കവിതകളുമായിട്ട് താൻ പരിചയപ്പെട്ടത് തന്റെ അച്ഛൻ വഴിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശങ്കർ പറയുകയും ചെയ്യായിരുന്നു. ഇതോടൊപ്പം തന്നെ അദ്ദേഹം താൻ ഒരിക്കല് കുമാരനാശാനെ കണ്ട കാര്യം, കുമാരനാശാനെ കാണാനുള്ള ഭാഗ്യം തനിക്കുണ്ടായ കാര്യം കൂടെ ആർ ശങ്കർ പറയുന്നുണ്ട്. കൊല്ലവർഷം 1099 ആദ്യമായിട്ടും അവസാനമായിട്ടും ആർ ശങ്കർ കുമാരനാശാനെ കാണുകയും ചെയ്യുന്നത്. നമുക്ക് അറിയാം കുമാരനാശാന്റെ കവിതയോട് ഈ നമ്മളുടെ കഥാപുരുഷനായിട്ടുള്ള ആർ ശങ്കറിന് ഒത്തിരി ഭയങ്കരമായിട്ട് ആരാധനയും മമതയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ആശാൻ കവിതയോട് തനിക്കുണ്ടായ മമതയെക്കുറിച്ച് ശങ്കർ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് ഈ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അദ്ദേഹം പറയാണ്, ഞാനൊരു സ്കൂൾ കുട്ടിയായിരുന്ന കാലം മുതൽ അവയൊക്കെയും, അതായത് കുമാരനാശാന്റെ കൃതികളൊക്കെയും വായിക്കുന്നതിനും അന്നത്തെ ചെറിയ മനസ്സ് വെച്ച് അതൊക്കെ ആസ്വദിക്കുന്നതിനും ശ്രമിച്ചിട്ടുണ്ട്. ആശാൻ രചിച്ച സകല കൃതികളും ആദ്യം മുതൽ അവസാനം വരെ മനഃപ്പാഠമായി പറയാൻ കഴിയുമായിരുന്നു. ഇതിനർത്ഥം എന്ന് പറയുന്നത് ആർ ശങ്കർ തന്റെ ചെറുപ്പകാലം മുതൽ തന്നെ കുമാരനാശാന്റെ കവിതകളോട് പ്രത്യേകമായിട്ടുള്ളൊരു മമത പുലർത്തിയിരുന്നു. അത് തന്റെ പ്രസംഗത്തിലേക്ക് കൊണ്ടുവരാനും ആശാൻ കവിതകൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം വലിയ പ്രാസംഗികനായി തീരാനും അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഈ വർക്കലയിലും പരിസരങ്ങളിലുമുള്ള സാഹിത്യ സമ്മേളനങ്ങളിലും ഒക്കെ പ്രസംഗിക്കുന്നതിന് ശങ്കറിന് ധാരാളം ക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. ആ ക്ഷണമൊക്കെ അദ്ദേഹം ഒരിക്കലും നിരസിച്ചിട്ടില്ല, ഉത്സാഹത്തോടു കൂടി തന്നെ അത് ഏറ്റെടുത്തേയുള്ളൂ. അങ്ങനെ ശങ്കറിന്റെ പ്രസംഗ പരിപാടി പൊതുപ്രവർത്തനത്തിനുള്ള അവിടെയൊക്കെ വർക്കലയിലൊക്കെ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗ പരിപാടി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഒരു പൊതുപ്രവർത്തനത്തിലുള്ള ഒരു പ്രാഥമിക പരിശീലനമായിട്ട് നമ്മൾ കരുതുകയും ചെയ്യണമെന്ന് ജീവചരിത്രകാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഈ ശങ്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നല്ലൊരു അധ്യാപന ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയെ കുറിച്ച് കണ്ടു, ആരെയും പിടിച്ചിരുന്ന ഒരു പ്രസംഗ ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രസംഗന്റെ ഒരു വാഗ്വിലാസം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആകാര സുഷമയും ജനഹൃദയങ്ങളെ വല്ലാതെ ആകർഷിച്ചു. അതായത് അദ്ദേഹത്തിന്റെ ഒരു സൗന്ദര്യം, അദ്ദേഹത്തിന്റെ ഒരു നല്ല ഉയരവും ഒക്കെയുള്ള ഒത്തൊരു മനുഷ്യനായിരുന്നു. അതും ജനങ്ങളെ ഒത്തിരി അധികമായിട്ട് ആകർഷിക്കുന്ന ഒന്നായിരുന്നു. ഈ ആർ ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ കുമാരനാശാന്റെ കൃതികളൊക്കെ
ആശാൻ എഴുതിയ കാവ്യങ്ങളൊക്കെ വെറും കാവ്യങ്ങളായിരുന്നില്ല. അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ചണ്ടാല ഭിക്ഷയും ദുരവസ്ഥയും മറ്റും ശങ്കരനെ സംബന്ധിച്ചിടത്ത് വെറും കാവ്യങ്ങളായിരുന്നില്ല. അതൊക്കെ ആ കൃതികളിലെ ഈ ജാതിക്കെതിരായ ആഹ്വാനങ്ങളുടെ പ്രസക്തിയെ പറ്റി പറയുമ്പോൾ ശങ്കർ ഒരു സാമൂഹിക പരിഷ്കരണവാദിയായിട്ട് മാറുമായിരുന്നു. അതായത് പ്രസംഗം, അദ്ദേഹം ഒരു സദസ്സിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുമ്പം അദ്ദേഹം ഈ ചണ്ടാല ഭിക്ഷയും ദുരവസ്ഥയും ഒക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അപ്പൊ ആ പ്രസംഗത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് ജാതീയമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു. ആ പ്രശ്നങ്ങളെയൊക്കെ ഈ തന്റെ പ്രസംഗത്തിലേക്ക് കൊണ്ടുവന്ന് കുമാരനാശാന്റെ കവിതകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആവേശത്തോടു കൊണ്ട് തന്നെ പ്രസംഗിച്ചൊരു സാമൂഹിക പരിഷ്കരണവാദിയെ പോലെ അദ്ദേഹത്തിന് പ്രസംഗിക്കുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ സാഹിത്യകൃതികൾ വെറും പ്രചരണ ഉപകരണങ്ങളാണ് അദ്ദേഹം കരുതിയിരുന്നില്ല. ആനന്ദഭൂതിയും അതുപോലെ തന്നെ ചിന്തോദീപനവും കവിതയുടെ മുഖ്യധർമ്മങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതായത് നമ്മളെ മനസ്സിനെ ആനന്ദിപ്പിക്കുക, അതുപോലെ നമ്മളെ ചിന്തിപ്പിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സജ്ജരാക്കുക, ഇത് ഒരു സാഹിത്യകൃതിയുടെ പ്രധാനമായിട്ടുള്ള ചുമതലയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിന് ആശാന്റെ കൃതികളിൽ വെച്ച് ശങ്കർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് പ്രരോദനം എന്നുള്ള ഒരു കൃതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടെ ഈ ജീവചരിത്രകാരൻ ഇവിടെ എഴുതി വെക്കുകയും ചെയ്യാണ്. ഇനി പറയുന്നത് നമ്മളുടെ ആർ ശങ്കരന്റെ പ്രസംഗത്തിന് ഉള്ള ഒരു വൈഭവമുണ്ട്. അതിനെ വെല്ലുവിളിച്ച ഒരു സംഭവത്തെക്കുറിച്ചും അത് ആർ ശങ്കർ തോൽപ്പിച്ചതിനെ കുറിച്ചും കൂടെ ഇവിടെ പറയുന്നത്. അതായത് CP കേശവൻ വൈദ്യൻ എന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹം വൈദ്യൻ ആണ്, പണ്ഡിതനാണ്, കവിയാണ്, മഹാവൈദ്യനാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യനുമാണ്. അപ്പോൾ ഒരു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു മിഡിൽ സ്കൂൾ അധ്യാപകൻ, ഒരു BA കാരനാണെങ്കിലും ഒരു വെറും ചെറുപ്പക്കാരൻ, അയാള് സാഹിത്യരംഗത്ത് പ്രതിഷ്ഠ നേടിയിട്ടുള്ള തന്നെ കവച്ചു വെക്കുകയോ അതൊരിക്കലും അനുവദിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല എന്ന് CP കേശവൻ വൈദ്യൻ എന്ന ഈ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി മനസ്സിൽ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലും ഒരു അസൂയ, ശങ്കരനോട് അസൂയ രൂപപ്പെടുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ തന്നെ കവച്ചു വെക്കാൻ വേണ്ടി ഒരാളെ അനുവദിച്ചുകൂടാ, അങ്ങനെ വളർത്തിക്കൂടാ എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരികയാണ്. ആ ചെറുപ്പക്കാരനായിട്ട്, അതായത് ആർ ശങ്കറുമായിട്ട് ഒരു തുറന്ന മത്സരത്തിൽ ഏർപ്പെടാൻ തന്നെ ഈ കേശവൻ വൈദ്യൻ, CP കേശവൻ വൈദ്യൻ നിശ്ചയിച്ചു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ നെടുങ്കണ്ടി എന്നുള്ള സ്ഥലത്തെ സഹൃദയന്മാരെല്ലാം ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ CP കേശവ വൈദ്യനും ആർ ശങ്കറും തമ്മിലുള്ള ഒരു പ്രസംഗ മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു വേദിയും കൂടെ ഒരുക്കുകയാണ്. അങ്ങനെ ആ പ്രസംഗത്തിന്റെ ദിവസം എത്തി. അന്ന് വൈകിട്ട് ഒരു 5 മണിയോടുകൂടെ ഇദ്ദേഹം CP കേശവ വൈദ്യൻ പ്രസംഗം തുടങ്ങി. രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വൈദ്യൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ യോഗം പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു. പിറ്റേ ദിവസം ആർ ശങ്കറിന്റെ ഊഴമായിരുന്നു. പിറ്റേ ദിവസം വൈകിട്ട് ആർ ശങ്കർ 5 മണിക്ക് തന്റെ പ്രസംഗം ആരംഭിച്ച് രാത്രി 11 മണി വരെ നീണ്ടു നിന്നു. അതൊരു റെക്കോർഡായിരുന്നു. അതായത് ഈ CP കേശവ വൈദ്യൻ വെല്ലുവിളിച്ചിട്ടാണെങ്കിൽ പോലും അത് വലിയൊരു റെക്കോർഡായിരുന്നു. ഇത്രയും ദൈർഘ്യമുള്ള ഒരു പ്രസംഗം, ആരെയും മുഷിപ്പിക്കാതെ എല്ലാരെയും ആകർഷിക്കുന്ന രീതിയിൽ വൈകുന്നേരം 5 മണി തൊട്ട് രാത്രി 11:30 വരെ അദ്ദേഹം ഈ ആർ ശങ്കർ പ്രസംഗിക്കുന്നു. അന്ന് ആ ശങ്കർ സ്ഥാപിച്ച റെക്കോർഡ് ഇന്ന് വരെ ആരും ലംഘിക്കുകയും ചെയ്തിട്ടില്ല. ആ കഴിവിനെ ഇദ്ദേഹം, അതായത് CP കേശവ വൈദ്യൻ അംഗീകരിക്കുകയും ശങ്കറിനെ അഭിനന്ദിക്കുകയും ചെയ്തു എന്ന് ഈ ജീവചരിത്രകാരൻ ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇങ്ങനെ ആർ ശങ്കറിന്റെ പ്രശസ്തി പതിയെ പതിയെ ഇങ്ങനെ ഉയർന്നു വരികയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഇദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അധ്യാപന ശൈലിയിലെ കഴിവുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള പ്രസംഗം, അദ്ദേഹം നടത്തിയ സ്കൂളിലും പുറത്തും ഓരോ സ്ഥലത്തും പോയി നടത്തിയ പ്രസംഗത്തിലെയൊക്കെ കഴിവുകളും ഒക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങി. ഇങ്ങനെ ഉയർന്നു വരുന്ന യുവാവിന്റെ കഴിവുകളെ പറ്റിയുള്ള വാർത്ത ഇദ്ദേഹത്തിന്റെ സമുദായ നേതാക്കന്മാരുടെ ശ്രദ്ധയിലുമെത്തി. അതായത് ഈഴവ വിഭാഗത്തിലെ നേതാക്കന്മാരുടെ, SNDP യോഗത്തിലെ നേതാക്കന്മാരുടെ ചെവിയിലും ഇദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ചുള്ള വാർത്തയെത്തി. അങ്ങനെ 1934 കൊല്ലത്ത് വെച്ച് നടന്ന SNDP യോഗത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിന് അതിന്റെ യോഗ ഭാരവാഹികൾ ശങ്കറിനെ ക്ഷണിക്കുകയും ചെയ്തു. അത് ശങ്കറിന് കിട്ടിയ ഒരു വലിയൊരു അംഗീകാരമാണ്. ശങ്കർ അതുപോലൊരു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് ഒരിക്കലും ക്ഷണിക്കപ്പെട്ടിട്ടില്ല. കാരണം അത്രയും വലിയ തന്റെ തന്നെ സമുദായത്തിലെ അത്രയും വലിയൊരു ആളുകളെ ഒക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് അദ്ദേഹം കരുതിയത്. ആ സമ്മേളനത്തിന് 1934 കൊല്ലത്ത് വെച്ച് നടന്ന ഈ SNDP യോഗത്തിന്റെ സമ്മേളനത്തിന് രാഷ്ട്രീയമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ളൊരു സമ്മേളനം കൂടിയായിരുന്നു. അത് ഈഴവരുടെ ഒരു ശക്തി പ്രകടനം മാത്രമല്ല, തങ്ങളുടെ ശത്രുക്കളോടും സർക്കാരിനോടുമുള്ള ഒരു വെല്ലുവിളി എന്ന രീതിയിൽ കൂടെ നടത്തിയ ഒരു സമ്മേളനമായിരുന്നു അത്. ആ സമ്മേളനത്തിലേക്കാണ് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ആർ ശങ്കർ വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ സമ്മേളനത്തോട്, ഈ SNDP യോഗത്തിന്റെ 1934 സമ്മേളനത്തോടനുബന്ധിച്ച് അവിടെ ഒരു സാഹിത്യ സമ്മേളനം കൂടെ നടത്തപ്പെട്ടു. ഇതിന്റെ അധ്യക്ഷത വഹിച്ചത് മഹാകവി
പള്ളത്തുരാമനാണ് ഈ സാഹിത്യ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചത്. ഈ പള്ളത്തുരാമൻ സവർണ സാഹിത്യകാരന്മാരെയൊക്കെ, അതായത് ഉയർന്ന ജാതിയിലുള്ള സാഹിത്യകാരന്മാരെയൊക്കെ അതിനിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അതുപോലെ തന്നെ രാമായണം, മഹാഭാരതം, ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ജാതി മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടി ബ്രാഹ്മണന്മാർ എഴുതിയുണ്ടാക്കിയ കള്ളക്കഥകളും തട്ടിപ്പുകളും ആണെന്നൊക്കെ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ഈ രാമായണത്തിന് പകരം രാവണ ആയനം എഴുതണമെന്നും ആണ് അതിനു വേണ്ടിയിട്ടാണ് ഈഴവ കവികളൊക്കെ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അന്തരീക്ഷം, ഇങ്ങനൊരു ചൂട് പിടിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലെ സമ്മേളനത്തിലേക്കാണ് ശങ്കറും പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ അധ്യക്ഷൻ, അതായത് മഹാകവി പള്ളത്തുരാമൻ തന്റെ ദീർഘമായിട്ടുള്ള പ്രസംഗം, അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റ് പ്രാസംഗികരെ ക്ഷണിക്കാണ്. അങ്ങനെ അദ്ദേഹം ക്ഷണിച്ചിട്ട് പറഞ്ഞു, ഓരോരുത്തർക്കും 20 മിനിറ്റ് വീതമാണ് അനുവദിച്ചിരിക്കുന്നത്, 20 മിനിറ്റ് പ്രസംഗിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള പ്രാസംഗികരെല്ലാം 20 മിനിറ്റ് ഇതൊക്കെ പ്രസംഗിച്ചു. അങ്ങനെ ശങ്കരന്റെ ഊഴമായി. ശങ്കർ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് തുടക്കത്തിൽ തന്നെ അധ്യക്ഷനെ ഒന്ന് കടന്നു പിടിച്ചങ്ങ് ആക്രമിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തെ, മഹാകവി പള്ളത്തുരാമനെ അങ്ങ് ആക്രമിക്കുകയാണ്. ശങ്കർ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇങ്ങനെ അധ്യക്ഷ പ്രസംഗത്തിന് വളരെ സമയമെടുത്ത അധ്യക്ഷൻ ബാക്കിയുള്ള തുടർന്ന് വരുന്ന പ്രാസംഗികരുടെ മേലെ ആജ്ഞ അടിച്ചേൽപ്പിക്കുന്നതിൽ തനിക്ക് അമർഷമുണ്ടെന്ന് അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പ്രസംഗിക്കാൻ വിട്ട്, ഇങ്ങനെയാണെങ്കിൽ, അതായത് കൃത്യസമയം ഇങ്ങനെ പ്രസംഗിക്കാൻ വിട്ടാണെങ്കിൽ തന്നെ ക്ഷണിക്കരുതെന്ന് യോഗപ്രവർത്തകർക്ക് അദ്ദേഹം ആ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു താക്കീത് നൽകുകയും ചെയ്തു. ഇങ്ങനെ രണ്ടും കൊള്ളേണ്ടടുത്ത് കൊണ്ടു, അതായത് മഹാകവി പള്ളത്തുരാമനും കൊണ്ടു, അതുപോലെ തന്നെ ഈ യോഗത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ച ആളുകൾക്കും നല്ല രീതിയിൽ കൊണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അധ്യക്ഷൻ ഈ മഹാകവി പള്ളത്തുരാമൻ എഴുന്നേറ്റ് ചാടി എണീറ്റ് ആവശ്യമുള്ള അത്രയും സമയം ശങ്കർ പ്രസംഗിച്ചോ അതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അങ്ങനെ ശങ്കർ പ്രസംഗം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് കുമാരനാശാനും കുമാരനാശാന്റെ കവിതകളുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കേന്ദ്രം എന്നും പറയുന്നത്. കുമാരനാശാനെ കുറിച്ചും കുമാരനാശാന്റെ കൃതികളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടുള്ള ആ വളരെ രസകരമായിട്ടുള്ള പ്രസംഗം ഏകദേശം 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്തു. കുമാരനാശാനെ പറ്റിയും ആശാന്റെ കവിതയെ പറ്റിയും അതുപോലുള്ള ഒരു പ്രസംഗം SNDP യോഗത്തിന്റെ വേദിയിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും പ്രഗത്ഭമായിട്ടുള്ള രീതിയിലാണ് ആർ ശങ്കർ അവിടെ പ്രസംഗിച്ചത്, 2 മണിക്കൂറോളം പ്രസംഗിച്ചത്. അങ്ങനെ 1934 കൊല്ലത്ത് വെച്ച് നടന്ന ഈ പ്രസംഗത്തോടു കൂടെ തന്നെ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന, രാജ്യമൊട്ടുക്കെ തന്നെ അറിയപ്പെടുന്ന ശ്രദ്ധേയനായിട്ടുള്ള ഒരു പ്രഭാഷകനായിട്ട് ആർ ശങ്കർ മാറുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് കൂടുതൽ, ആർ ശങ്കറിന് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കുളിർപ്പിച്ചത് ഈ രംഗം കാണാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും കാണാനും കേട്ട അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പിതാവായിട്ടുള്ള ശ്രീമാൻ രാമനും കൂടെ ആ നാട്ടുംപുറത്ത് നിന്നും അവിടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കൊല്ലത്ത് വന്നിരുന്ന കാര്യം കൂടെ അദ്ദേഹത്തെ ഒത്തിരിയധികം സന്തോഷിപ്പിച്ച ഒരു കാര്യം കൂടിയാണ്. പിന്നീട് ആർ ശങ്കർ സാഹിത്യരംഗത്ത് നിന്നും വിടവാങ്ങുന്നുണ്ട്. അതായത് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതോടു കൂടി തന്നെ ആർ ശങ്കർ തന്റെ സാഹിത്യ പ്രസംഗത്തോടൊക്കെ വിട പറയുന്നുണ്ട്. ഏകദേശം ഒരു 4 വർഷക്കാലം മാത്രമാണ് ശങ്കർ അവിടെ അധ്യാപക വൃത്തിയിൽ തുടർന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം ICS പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ പകുതി വിജയിക്കുന്നുണ്ടെങ്കിലും പകുതി അദ്ദേഹം പരാജയപ്പെട്ട് തന്റെ മോഹം മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അതിനുശേഷം ഒഴിവ് സമയങ്ങളിലൊക്കെ കൂടുതൽ സമയവും അദ്ദേഹം ചിലവഴിക്കുന്നത് വായനയിലായിരുന്നു. രാത്രികാലങ്ങളിൽ വളരെ നേരം ഇരുന്ന് വായിക്കുകയും നോട്ടൊക്കെ എടുക്കുകയും ചെയ്യുമായിരുന്നു. അധ്യാപക വൃത്തിയിൽ കഴിയുന്ന കാലത്ത് അദ്ദേഹം ഗ്രന്ഥരചനയിൽ ഓരോരോ രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ രചിക്കാൻ വിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. ഇങ്ങനെ പ്രസംഗത്തിനൊക്കെ പോകാത്ത സമയത്ത് ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വൈകുന്നേരം കൂട്ടുകാരുടെ കൂടെ നടക്കാനും സംഭാഷണങ്ങൾ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. മിക്കവാറും ദിവസങ്ങൾ അദ്ദേഹം താമസ സ്ഥലത്തു നിന്നും റെയിൽവേ മൈതാനം വരെ നടക്കുകയും റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്തുള്ള തണ്ണിപ്പട്ടർ എന്നുള്ള ആളുടെ കാപ്പിക്കടയിൽ ചെന്ന് ശങ്കർ വിശ്രമിക്കുകയും അവിടെ കാപ്പിയെ കുടിച്ച് അവിടെ സംഭാഷണങ്ങളൊക്കെ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ശങ്കറിന്റെ ജീവിതത്തിലെ അധ്യാപക ജീവിതത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ കൂടുതലായിട്ട് പരാമർശിക്കുമ്പോഴും ശങ്കർ മികച്ചൊരു അധ്യാപകനാണ്, നല്ലൊരു പ്രാസംഗികനാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളാണ്, സാഹിത്യ അഭിരുചിയുള്ള ആളാണ്. അതുപോലെ തന്നെ ഏറ്റവും എളിയവരായിട്ടുള്ള ആളുകളെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കി എല്ലാവർക്കും രസകരമായ രീതിയിൽ തന്നെ സംഭാഷണം നടത്താനും അധ്യാപക വൃത്തി നടത്താനും പറ്റിയ ആളാണ് എന്ന് ഈ അധ്യായത്തിൽ ജീവചരിത്രകാരൻ സമർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇത്രയുമാണ് ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ. ക്ലാസ് വളരെ നന്നായിട്ട് കേൾക്കുക, അതുപോലെ തന്നെ പാഠഭാഗവും നന്നായിട്ട് വായിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.